അംബാനിയും അദാനിയും എത്തുമെന്ന് പറഞ്ഞിരുന്നു, അവരും വന്നില്ല. രാജ്യത്തെ പേരുകേട്ട കോടീശ്വരന്മാർ എത്തുമെന്നായിരുന്നു കണക്ക് കൂട്ടൽ, അവരാരും എത്തിയതേയില്ല. എന്തിനേറെ പറയുന്നു, വിദേശത്തുനിന്ന് പോലും അയ്യപ്പ ഭക്തന്മാരുടെ ഒഴുക്കുണ്ടാകുമെന്നാണ് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത്. വിദേശത്ത് നിന്ന് ഒരു മനുഷ്യ കുഞ്ഞു പോലും ഈ അയ്യപ്പ സംഗമത്തിൽ എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമസ്കാരം. നമുക്കറിയാവുന്നതുപോലെ ആഗോള അയ്യപ്പ നിക്ഷേപക സംഗമം ഇന്ന് പമ്പയിൽ നടക്കുകയാണ്. ഈ സംഗമം തുടക്കത്തിൽ തന്നെ പരാജയമെന്ന് ഉറപ്പിക്കാം. ഭക്തജനങ്ങൾ ഈ ആർഭാട സംഗമത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പമ്പയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നൽകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തമിഴ്നാട്ടിലെ 2 മന്ത്രിമാർ, മതസാമുദായിക നേതാക്കളടക്കം വിളിച്ചു വരുത്തി AC പന്തലിൽ അത്യാഡംബരപൂർവം ഉദ്ഘാടനം ചെയ്ത ഈ സംഗമത്തിന്റെ സദസ്സിൽ ആളില്ല. സദസ്സിൽ 100 കണക്കിന് കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ദൃശ്യമാധ്യമങ്ങൾ, സർക്കാർ അനുകൂലമായ ദൃശ്യമാധ്യമങ്ങൾ ആ ഭാഗത്തേക്ക് അവരുടെ ദൃശ്യങ്ങൾ വരുമ്പോൾ തന്നെ പെട്ടെന്ന് ആ ദൃശ്യങ്ങൾ സ്വിച്ച് ചെയ്ത് മാറ്റുകയാണ്. എന്നാൽ യാഥാർത്ഥ്യത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലല്ലോ. ഈ ഒഴിഞ്ഞു കിടക്കുന്ന 100 കണക്കിന് 1000കണക്കിന് കസേരകളുടെ ദൃശ്യങ്ങൾ നമുക്കിന്ന് ലൈവായി ഈ ചാനലുകളിലൂടെ കാണാൻ കഴിയും. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? 3500 പേർ പങ്കെടുക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമമാണ്. 3500 പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. കഴിഞ്ഞ 2 ദിവസം മുൻപ് തന്നെ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും പറഞ്ഞത് 5000-ലധികം പേർ രജിസ്റ്റർ ചെയ്തു. ഇനിയും ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്കൊന്നും തന്നെ ഈ വേദിയിലേക്ക് ഈ ഹാളിലേക്ക് കടക്കാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടവർ, സമൂഹത്തിലെ VIP-കളായിട്ടുള്ളവർ, വിളിച്ചു വരുത്തി ഇരുത്തി കഴിഞ്ഞാൽ പിന്നാലെ പണപ്പിരിവ് നടത്താൻ പറ്റുമെന്ന് ഉറപ്പിക്കുന്നവർ, വൻതോതിൽ പണം ലഭിക്കാൻ സാധ്യതയുള്ളവർ, അങ്ങനെ കയ്യിൽ പണത്തിന്റെ കിലുക്കമുള്ളവരെ തെരഞ്ഞു പിടിച്ച് ഈ സംഗമത്തിലേക്ക് കൊണ്ടുവരാനായിരുന്നു ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ശ്രമങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ എത്തുമെന്ന് പറഞ്ഞു, വന്നില്ല. അംബാനിയും അദാനിയും എത്തുമെന്ന് പറഞ്ഞിരുന്നു, അവരും വന്നില്ല. രാജ്യത്തെ പേരുകേട്ട കോടീശ്വരന്മാർ എത്തുമെന്നായിരുന്നു കണക്ക് കൂട്ടൽ, അവരാരും എത്തിയതേയില്ല. എന്തിനേറെ പറയുന്നു, വിദേശത്തുനിന്ന് പോലും അയ്യപ്പ ഭക്തന്മാരുടെ ഒഴുക്കുണ്ടാകുമെന്നാണ് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത്. വിദേശത്ത് നിന്ന് ഒരു മനുഷ്യ കുഞ്ഞു പോലും ഈ അയ്യപ്പ സംഗമത്തിൽ എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇതിനേക്കാൾ വലിയ മറ്റൊരു തമാശ, ഈ സദസ്സിലിരുന്ന ആളുകളിൽ പകുതിയോളം പേർ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലെ വിവിധ ദേവസ്വം ബോർഡുകളിലെ ജീവനക്കാരാണ്. അവർ അവരുടെ ഐഡന്റിറ്റി കാർഡ് ധരിച്ചുകൊണ്ടാണ് ആ വേദിയിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ സർക്കാർ ജീവനക്കാരെ കുത്തി നിറച്ചുകൊണ്ട് കുറച്ചെങ്കിലും നാണം മറയ്ക്കാനുള്ള ശ്രമമാണ് ഈ അയ്യപ്പ സംഗമത്തിൽ നടത്തിയത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തെ പൂർണ്ണമായും അയ്യപ്പ ഭക്തന്മാർ തള്ളിക്കളഞ്ഞു. ഈ തട്ടിക്കൂട്ട് പരിപാടിയുടെ പിന്നിലെ ഉദ്ദേശം കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ മനസ്സിലാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ മാത്രമല്ല, തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ ഇടങ്ങളിലൊന്നും തന്നെ നാമമാത്രമായ പ്രാതിനിധ്യം പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, വേദിയിൽ മതസാമുദായിക നേതാക്കന്മാരെ നിരത്തി നിർത്തി മുഖ്യമന്ത്രി വലിയ പ്രസംഗമാണ് കാഴ്ചവെച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാരുണ്ടെന്ന് പറയുന്നു, പി കെ ശേഖർ ബാബു. എല്ലാ കാലത്തും സ്റ്റാലിനേക്കാൾ സനാതന ധർമ്മത്തിനെതിരായി സംസാരിച്ച, ഹിന്ദു ധർമ്മത്തിനെതിരായി സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കിയാൽ തന്നെ കൃത്യമായി അറിയാം. അപ്പോൾ അത്തരത്തിൽ സനാതന ധർമ്മത്തിൽ ഒരു വിശ്വാസവും ഇല്ലാത്ത, ഹിന്ദു ധർമ്മത്തിൽ ഒരു വിശ്വാസവും ഇല്ലാത്ത പി കെ ശേഖർ ബാബുവാണ് ആഗോള അയ്യപ്പ സംഗമത്തിലെ തമിഴ്നാട്ടിൽ നിന്നുള്ള വിശിഷ്ടാതിഥി. അപ്പൊ ഓർക്കണം, എന്താണ് ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഒരു ദിവസം 7 കോടിയിലധികം രൂപ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന് മാത്രം ചെലവഴിച്ചുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മൃഷ്ടാനമായ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ട് AC ഹാൾ പണിതുകൊണ്ട് അത്യാഡംബരപൂർവമായ വേദി ഒരുക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു തട്ടിക്കുട്ട് പരിപാടി, ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് നേടാനുള്ള തട്ടിക്കുട്ട് പരിപാടി ആയിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയത്. യഥാർത്ഥത്തിൽ ഇതിന്റെ പേര് ആഗോള അയ്യപ്പ നിക്ഷേപക സംഗമം എന്നാണ്. അയ്യപ്പനെ ചൂണ്ടിക്കാട്ടി വൻതോതിൽ നിക്ഷേപം സ്വീകരിക്കാനുള്ള ശ്രമമായിരുന്നു ഈ സംഗമത്തിലൂടെ ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ പാളിപ്പോയിരിക്കുന്നു. അയ്യപ്പൻ കൃത്യമായി പണി കൊടുത്തിരിക്കുന്നു.
അയ്യപ്പ വിശ്വാസികൾ കൃത്യമായി പണി കൊടുത്തിരിക്കുന്നു. ഒരൊറ്റ നിക്ഷേപകൻ പോലും ഈ അയ്യപ്പ സംഗമത്തിൽ എത്തിയില്ല എന്നുള്ളതാണ് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ നിക്ഷേപക സംഗമത്തിന്റെ പിന്നിലെ ദുരുദ്ദേശം കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും അയ്യപ്പ വിശ്വാസികൾ തിരിച്ചറിഞ്ഞു. ഇനിയെങ്കിലും ഈ സർക്കാരിനും ദേവസ്വം ബോർഡിനും കണ്ണു തുറക്കണം. നിങ്ങൾ ശബരിമലയെ കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു വരുത്തിയ ഒരു നിക്ഷേപക സംഗമമല്ലേ, അല്ലെങ്കിൽ ഒരു അയ്യപ്പ സംഗമമല്ലേ? ശബരിമലയിൽ 2019 മുതൽ തുടരുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യത്തിന്റെ എന്തെല്ലാം കുറവുകളുണ്ട്. അപ്പോൾ വിശ്വാസികൾക്കെതിരെ എടുത്ത എത്രത്തോളം കേസുകൾ കേരളത്തിൽ നിലവിലുണ്ട്. അപ്പോൾ ഈ ഒരു കാലികമായ വിഷയങ്ങളെ കുറിച്ച് ഒന്നും നിങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട, ആ വിഷയങ്ങളൊന്നും തന്നെ നിങ്ങൾ തൊട്ടു നോക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം മാത്രം, ശബരിമലയിലെ വികസനത്തിന് വേണ്ടി ഫണ്ട് സമാഹരിക്കുക. ശബരിമലയിലെ വികസനത്തിന് വേണ്ടി നടത്തുന്ന ഈ സംഗമത്തിന്റെ ചെലവ് പോലും സ്പോൺസർമാരിലൂടെ കണ്ടെത്തുക. അപ്പോൾ സ്പോൺസർഷിപ്പ്, പണപ്പിരിവ് മാത്രമാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ ലക്ഷ്യം. അത് തിരിച്ചറിഞ്ഞ ഭക്തർ ഒന്നടങ്കം ഈ അയ്യപ്പ സംഗമത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ആകെ ഇളിഭ്യരായി നാണം കെട്ട് നിൽക്കുകയാണ് കേരള സർക്കാരും ദേവസ്വം ബോർഡും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പ്രസംഗിക്കുമ്പോൾ ആളില്ലാത്ത ഒഴിഞ്ഞ കസേരകളായിരുന്നു സാക്ഷികളായിരുന്നത്. ജനം, ഭക്തർ അങ്ങനെ ഇതിന് തിരിച്ചടി നൽകിയിരിക്കുന്നു. ഈ ധാർഷ്ട്യത്തിന്, ഈ പിണറായി സർക്കാരിന്റെ, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ധാർഷ്ട്യത്തിന് ഭക്തജനങ്ങൾ തിരിച്ചടി നൽകിയിരിക്കുന്നു എന്നുള്ളത് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്.